അസ്സലാമലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സുർബിയാൻ ബിരിയാണിയാണ്. ഇതൊരു സ്പെഷ്യൽ യമനി റൈസാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ആവശ്യമായിട്ടുള്ളത് 4 ഒനിയനാണ്. ഒനിയൻ ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ച് 2 ബാച്ചായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അടുത്തതായി ഞാൻ കുറച്ച് കാഷ്യൂ നട്ടും കിസ്മിസും കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ചിക്കൻ്റെ മാരിനേഷൻ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ഒനിയനിൽ പകുതി ഞാൻ എടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 2 ടേബിൾ സ്പൂണോളം മന്തി മസാലയും പിന്നെ ഒരു 1/4 കപ്പ് തൈരും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച കാഷ്യൂ നട്ട്സും പിന്നെ ആവശ്യത്തിന് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കനിൽ ആവശ്യത്തിന് ഉപ്പ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മിക്സ്ചർ ഇട്ട് നന്നായി ചിക്കനിൽ തേച്ച് പിടിപ്പിച്ച് 1 മണിക്കൂറോളം ഇത് മാരിനേഷന് വെക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്തെടുക്കാം. അതിനുവേണ്ടി പാത്രത്തിൽ വെള്ളം ചൂടാക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും പിന്നെ സ്പൈസസ് ആയ പട്ട, ഗ്രാമ്പു, ഏലക്ക, ഡ്രൈ ലെമൺ പിന്നെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ബോയിലായി വരുമ്പോൾ റൈസ് ആഡ് ചെയ്ത് കൊടുത്ത് റൈസ് ഒരു 80% നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പാനിൽ ഓയിൽ ചൂടാക്കിയതിന് ശേഷം നേരത്തെ മാരിനേഷൻ വെച്ച ചിക്കൻ മസാലയോട് കൂടി തന്നെ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് പൊട്ടാറ്റോ ഞാൻ ഡൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഈ മിക്സ്ചറിൽ മിക്സ് ചെയ്ത് ചിക്കൻ്റെ കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അടുത്തതായി ഞാൻ ഇതിലോട്ടേക്ക് ഫ്രൈഡ് ഒനിയൻസ് ആണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഫ്രൈഡ് ഒനിയൻസ് ഞാൻ കുറച്ച് ചോറിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഇത് 5 മിനിറ്റ് അടച്ച് വേവിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിലോട്ടേക്ക് റൈസ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിന് മുകളിലായിട്ട് ഫ്രൈഡ് ഒനിയൻസും ആവശ്യത്തിന് മല്ലിയില, പുതിനയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂ നട്ട്സും കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഡ്രൈ ലെമണും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു അലുമിനിയം ഫോയിൽ കൊണ്ട് മൂടി വെച്ചതിന് ശേഷം 15 മിനിറ്റോളം ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്ത പ്രാവശ്യം വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഇതുപോലെ ഒരു സുർബിയാൻ ബിരിയാണി ഉണ്ടാക്കി നോക്കുക. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.